Dear students, welcome to Let's Crack SSLC Maths 2021. ഈ ഒരു സെഷനിലൂടെ പ്രീവിയസ് ഇയേഴ്സിൽ SSLC എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇനി ചോദിക്കാൻ സാധ്യതയുമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ പോളിനോമിയൽ p of x equal to x square minus 4 as the product of two first degree polynomials. p of x equal to x square minus 4 എന്ന ബഹുപദത്തെ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്, ഒരു ബഹുപദം തന്നിട്ടുണ്ട്, p of x equal to x square minus 4. അതിനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം തന്നിട്ടുള്ള പോളിനോമിയൽ നമ്മൾ എഴുതുക. ഗിവൺ പോളിനോമിയൽ p of x equal to x square minus 4. p of x equal to x square minus 4 എന്ന് തന്നിരിക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താ? എക്സിന്റെ ഹയസ്റ്റ് പവർ 2 ആയിരിക്കും. നമുക്ക് ഇതിനെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയി എഴുതണം. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എക്സിന്റെ ഹയസ്റ്റ് പവർ 1 ആയിരിക്കും. നോക്കുക, എക്സ് സ്ക്വയർ മൈനസ് 4, എക്സ് സ്ക്വയർ മൈനസ് 4 ഇത് ഏത് ഐഡന്റിറ്റിയുമായി നമുക്ക് കമ്പയർ ചെയ്യാം? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? p of x ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 4 എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2. ഇപ്പം എന്താ ആൻസർ കിട്ടിയത്? ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയില്ലേ? ഇപ്പോൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഈക്വൽ ടു എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2. എക്സ് സ്ക്വയർ മൈനസ് 4ന്റെ ഒന്നാം കൃതി പോളിനോമിയൽ ഈക്വൽ ടു എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2. ഇങ്ങനെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് 4നെ ഏത് ഐഡന്റിറ്റിയുമായി കമ്പയർ ചെയ്തു? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അതായത് എക്സ് സ്ക്വയർ മൈനസ് 4 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് മൈനസ് 1, എക്സ്, എക്സ് പ്ലസ് 1 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയാണ്? What is the common difference of the arithmetic sequence? x minus 1, x, x plus 1. Second question എന്താ? x minus 1 ഒരു ഇരട്ട സംഖ്യയായാൽ അടുത്ത ഇരട്ട സംഖ്യ ഏതാണ്? If x minus 1 is an even number, which is the next even number? Third question എന്താണ്? അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തോട് ഒന്ന് കൂട്ടിയാൽ ഒരു പൂർണ്ണവർഗം കിട്ടുമെന്ന് തെളിയിക്കുക. Prove that the product of two consecutive even numbers added to one gives a perfect square. ആദ്യം നമുക്കിതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് മൈനസ് 1, എക്സ്, എക്സ് പ്ലസ് 1 ഇതൊരു സമാന്തര ശ്രേണിയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് AP ആണെന്ന്, അർത്ഥമാറ്റിക് സീക്വൻസ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം, പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. പൊതുവ്യത്യാസം കണ്ടുപിടിക്കാനായിട്ട് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യണം. എക്സ് മൈനസ് എക്സ് മൈനസ് 1, എക്സ് മൈനസ് എക്സ് മൈനസ് 1. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. എക്സ് മൈനസ് എക്സ് മൈനസ് എക്സ്, ഈ നെഗറ്റീവ് വന്നാൽ പോസിറ്റീവ് ആവും. എക്സ് മൈനസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു എന്താ വരിക? എക്സ് മൈനസ് എക്സ് 0 ആയി, 0 പ്ലസ് 1 1. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് എക്സ് മൈനസ് 1 ഈസ് എൻ ഈവൺ നമ്പർ വിച്ച് ഈസ് ദ നെക്സ്റ്റ് ഈവൺ നമ്പർ. എക്സ് മൈനസ് 1 ഒരു ഇരട്ട സംഖ്യ ആണെങ്കിൽ അടുത്ത ഇരട്ട സംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഇരട്ട സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് എക്സ് മൈനസ് 1നോട് കൂടി 2 കൂട്ടണം.
നെക്സ്റ്റ് ഈവൻ നമ്പർ ഈക്വൽ ടു എക്സ് മൈനസ് 1 പ്ലസ് 2. എക്സ് ആദ്യം എടുത്ത് എഴുതാം. -1 പ്ലസ് 2 എങ്ങനെ ചെയ്യാം? ഡിഫറൻസ് സൈൻ ആണ്. 1ന്റെ സൈൻ എന്താ? മൈനസ്. 2ന്റെ സൈൻ എന്താ? പ്ലസ്. ഡിഫറൻസ് സൈൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം, വലുതിന്റെ സൈൻ ഇടണം. ഓക്കെ, അപ്പോൾ എക്സ് -1 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എന്താ? +1. എക്സ് പ്ലസ് 1. അടുത്ത ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് എക്സ് മൈനസ് 1 പ്ലസ് 2 ചെയ്യണം. അപ്പൊ എന്താ വരിക? എക്സ് പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ഇരട്ട സംഖ്യയിൽ നിന്ന് അടുത്ത ഇരട്ട സംഖ്യയിലേക്ക് പോകാനായിട്ട് 2 കൂട്ടണം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ ഒരു പൂർണ്ണവർഗം കിട്ടുമെന്ന് തെളിയിക്കണം. അതായത് prove that the product of two consecutive even numbers added to 1 gives a perfect square. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആദ്യം let consecutive even numbers be x minus 1 and x plus 1. അതായത് x minus 1, x plus 1 ഇതാണ് അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകൾ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനെ ഗുണിക്കുമ്പോൾ ഈ 2 ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തോടു കൂടി 1 കൂട്ടിയാൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇതാണ് പ്രോഡക്റ്റ്. ഈ 2 ഈവൺ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റിനോട് കൂടി 1 കൂട്ടുമ്പോൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടണം. എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 പ്ലസ് 1 ചെയ്യണം. എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതി കൂടെ? അതായത് എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്താണ് ഐഡന്റിറ്റി? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ മൈനസ് 1. ഇതിന് പകരം നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതാം. ഇനി ഈ പ്ലസ് 1 എടുത്തെഴുതാം. എക്സ് സ്ക്വയർ മൈനസ് 1 പ്ലസ് 1 എന്ന് നമുക്ക് കിട്ടി. -1 പ്ലസ് 1 ഇത് കട്ട് ചെയ്തു, ക്യാൻസൽ ചെയ്തു പോയി, 0 ആയി. -1 പ്ലസ് 1 എന്താ? 0 ആണ്. അപ്പൊ ആൻസർ എന്താ കിട്ടിയത്? എക്സ് സ്ക്വയർ. നമുക്കിത് ചെയ്തപ്പോൾ എക്സ് സ്ക്വയർ എന്നാണ് ആൻസർ കിട്ടിയത്. എക്സ് സ്ക്വയർ ഒരു പൂർണ്ണവർഗ സംഖ്യയാണ്. അതായത് എക്സ് സ്ക്വയർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. എക്സ് ഇൻറ്റു എക്സ് അല്ല എക്സ് സ്ക്വയർ. അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പൊ കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പേഴ്സ് എക്സ് മൈനസ് 1ഉം എക്സ് പ്ലസ് 1ഉം വന്ന് എടുക്കുക. ഇതിന്റെ രണ്ടിന്റെയും പ്രോഡക്റ്റ് കാണാം. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് കിട്ടും. അതായത് എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അതുപോലെ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. ഇനി നമ്മളോട് അതിന്റെ കൂടെ 1 കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1 കൂട്ടുക. അപ്പൊ നോക്കുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 1 പ്ലസ് 1 എന്ന് വന്നു. മൈനസും പ്ലസ് 1ഉം മൈനസ് 1ഉം 0 ആയി. ആൻസർ എന്താ? എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ ഒരു പൂർണ്ണവർഗ സംഖ്യയാണ്. അതായത് എക്സ് സ്ക്വയർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഓക്കെ, അങ്ങനെ പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The radius of a solid sphere is 6 cm. Find its volume and surface area. It is cut into 2 equal halves. What is the total surface area of each hemisphere? What is the volume of the hemisphere? കട്ടിയായ ഒരു ഗോളത്തിന്റെ ആരം 6 സെന്റിമീറ്റർ ആണ്. ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ്, വ്യാപ്തം എന്നിവ കണക്കാക്കുക. ഈ ഗോളത്തെ 2 അർദ്ധഗോളങ്ങളായി മുറിക്കുന്നു. ഒരു അർദ്ധഗോളത്തിന്റെ ഉപരിതല പരപ്പളവ്, വ്യാപ്തം എന്താണ്? ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ക്വസ്റ്റ്യനിൽ റേഡിയസ് തന്നിട്ടുണ്ട്. സ്ഫിയറിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ. വോളിയം കണ്ടുപിടിക്കണം, സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. വോളിയം ഓഫ് ദി സ്ഫിയർ 4/3 pi r cube. വോളിയം ഓഫ് ദി സ്ഫിയർ 4/3 pi r cube. അതുപോലെ തന്നെ TSA ഓഫ് സ്ഫിയർ 4 pi r square. 4 pi r square. അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ സ്ഫിയറിനെ 2 ഹാഫാക്കി 2 അർദ്ധഗോളങ്ങളാക്കി മുറിച്ചു. TSA കണ്ടുപിടിക്കണം. ഹെമിസ്ഫിയറിന്റെ TSA കണ്ടുപിടിക്കണം. TSA ഓഫ് ഹെമിസ്ഫിയർ എന്താണ് ഫോർമുല? 3 pi r square. അതേപോലെ തന്നെ വോളിയം ഓഫ് ഹെമിസ്ഫിയർ കണ്ടുപിടിക്കണം. വ്യാപ്തം അതായത് അർദ്ധഗോളത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കണം. ഫോർമുല എന്താ? 2/3 pi r cube. വോളിയം ഓഫ് ഹെമിസ്ഫിയർ 2/3 pi r cube. 4 ഫോർമുലാസ് ആണ് നമുക്കിത് ചെയ്യാൻ അറിയേണ്ടത്. ഒന്ന്, വോളിയം ഓഫ് ദി സ്ഫിയർ. വോളിയം ഓഫ് ദി സ്ഫിയർ ഈക്വൽ ടു 4/3 pi r cube. TSA ഓഫ് സ്ഫിയർ ഈക്വൽ ടു 4 pi r square. വോളിയം ഓഫ് ഹെമിസ്ഫിയർ ഈക്വൽ ടു 2/3 pi r cube. TSA of hemisphere equal to 3 pi r square.
റേഡിയസ് തന്നിട്ടുണ്ട്, അത് വെച്ച് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റേഡിയസ് ആരം ഈക്വൽ ടു 6 സെന്റിമീറ്റർ. വോളിയം ഓഫ് ദി സ്ഫിയർ 4/3 പൈ ആർ ക്യൂബ് ഈക്വൽ ടു 4/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ എത്രയാണ്? 6. ആർ ക്യൂബ് എന്നുള്ളത് കൊണ്ട് 3 പ്രാവശ്യം ഇൻറ്റു ചെയ്യണം. 6 ഇൻറ്റു 6 ഇൻറ്റു 6. ഇപ്പം എന്താ കിട്ടുക? 288 പൈ സെന്റിമീറ്റർ ക്യൂബ്. യൂണിറ്റ് എഴുതണം. വോളിയം ആയതുകൊണ്ട്, വ്യാപ്തമായതുകൊണ്ട് ക്യൂബ് എന്ന് എഴുതണം. നെക്സ്റ്റ് എന്താ? TAC ഓഫ് സ്ഫിയർ. TAC ഓഫ് സ്ഫിയർ എന്താ? ഫോർമുല എന്താ? 4 പൈ ആർ സ്ക്വയർ. 4 പൈ ആർ സ്ക്വയർ. 4 ഇൻറ്റു പൈ ഇൻറ്റു ആർ ഇൻറ്റു ആർ. 4 പൈ ഇൻറ്റു എന്താ വരിക? ആർ എത്രയാ? 6. 6 ഇൻറ്റു 6. 144 പൈ സെന്റിമീറ്റർ സ്ക്വയർ. TAC ആയതുകൊണ്ട് സ്ക്വയർ, സെന്റിമീറ്റർ സ്ക്വയർ. അർദ്ധഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് 3 പൈ ആർ സ്ക്വയർ. TAC ഓഫ് ഹെമിസ്ഫിയർ 3 പൈ ആർ സ്ക്വയർ. 3 ഇൻറ്റു പൈ ഇൻറ്റു ആർ ഇൻറ്റു ആർ. 3 ഇൻറ്റു പൈ ഇൻറ്റു 6 ഇൻറ്റു 6. റേഡിയസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ആരം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആർ എന്ന് പറഞ്ഞാൽ ആരമാണ്, റേഡിയസ് ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ. 3 ഇൻറ്റു പൈ ഇൻറ്റു 6 ഇൻറ്റു 6. 108 പൈ സെന്റിമീറ്റർ സ്ക്വയർ. അർദ്ധഗോളത്തിന്റെ വ്യാപ്തം 2/3 പൈ ആർ ക്യൂബ്. വോളിയം ഓഫ് ഹെമിസ്ഫിയർ ഈക്വൽ ടു 2/3 പൈ ആർ ക്യൂബ് ഈക്വൽ ടു 2/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ എത്രയാണ്? 6. 6 ഇൻറ്റു 6 ഇൻറ്റു 6. 2/3 ഇൻറ്റു പൈ ഇൻറ്റു 6 ഇൻറ്റു 6 ഇൻറ്റു 6. 144 പൈ സെന്റിമീറ്റർ ക്യൂബ്. 144 പൈ സെന്റിമീറ്റർ ക്യൂബ്. Okay, thank you.